10 വിക്കറ്റും നേടുന്ന 6ാമത്തെ താരം. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് സമസ്തയുടെ നിലപാട്. സമസ്ത ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ ലേഖനം വന്നിരിക്കുന്നത്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭൂമി നിലവിലെ ഉടമകൾക്ക് നൽകണമെന്നത് ആശങ്കയുണ്ടാക്കുന്നതായും മുസ്തഫ മുണ്ടുപാറ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് സമസ്ത മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ലീഗിന്റെ നിലപാട് തള്ളി രംഗത്ത് വരികയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആദ്യം ഉമർ ഫൈസി മുക്കം കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ നിന്ന്. പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത് ചെറായി വഖഫ് 1950 അതായത് സ്ഥാപനം ഉണ്ടാക്കി 2ാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത്. എവിടെ? മുനമ്പത്തെ വഖഫ്. സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത്. സിദ്ദീഖ് സേട്ട്. ഇത് സാന്ദർഭികമായി പറയാണ്. അവിടെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും, എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും അതുപോലെ സമസ്തയ്ക്കും അതിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. 404 ഏക്കർ, 440 ഏക്കർ, 404 ഏക്കർ .76 ഇതാണ് വഖഫ് ഭൂമി. സേട്ട് വഖഫാക്കിയതാണ്. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് സുപ്രഭാതത്തിൽ ലേഖനം വന്നിരിക്കുന്നത്. SYS സെക്രട്ടറിയായ മുസ്തഫ മുണ്ടുപാറയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുകയാണ്, ആർക്കെങ്കിലും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താനാവില്ല. വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാനാവില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ്. ലീഗ് പറഞ്ഞിരുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുക്കണം എന്നാണ്. അതുമാത്രമല്ല, മതസംഘടനകൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പില്ല എന്നും മുസ്ലിം ലീഗ് നിലപാടെടുത്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമസ്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ്, അത് വിട്ടുകൊടുക്കാനാവില്ല എന്നാണ് സമസ്തയുടെ നിലപാട്. സുപ്രഭാതത്തിലെ ലേഖനം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തള്ളിക്കളഞ്ഞു. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നതാണ് മുസ്ലിം സംഘടനകളുടെ നിലപാടെന്ന് കുഞ്ഞാലിക്കുട്ടി ആവർത്തിക്കുകയാണ്. സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതായും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലേക്ക്. സാമുദായിക വർഗീയ നിലയിൽ കാര്യങ്ങൾ വേർതിരിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുന്നവർ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണത്. അത് കേരളത്തിൻ്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്ന ഒരു വിഷയമല്ല. മുസ്ലിം സംഘടനകൾ യോഗം കൂടി ക്ലിയറായിട്ട് പറഞ്ഞത്, അതിൻ്റെ സാങ്കേതികത്വത്തിക്കൊന്നും പോവാതെ ഈ മുനമ്പത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് മുൻകൈ എടുക്കണം, അതുമായിട്ട് ഞങ്ങൾ സഹകരിക്കാം. അതാണ് അവർ പറയുന്നത്. അതിലെല്ലാം ഉണ്ട്. ഇനി അതിൻ്റെ സാങ്കേതികത്വം തൂങ്ങി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ്, അത് ദയവിചാരിച്ച് വാർത്താമാധ്യമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ മുസ്ലിം സംഘടനകളെ യോഗം ചേർന്നിട്ട് രമ്യമായി അത് പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം, അതിന് എല്ലാ സംഘടനകളും യോജിക്കാം എന്ന് പറഞ്ഞതാണ് വാസ്തവത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ആ മാർഗം മുമ്പിൽ വെച്ച് സർക്കാർ അതുമായി മുന്നോട്ട് പോകണം. രമ്യമായ പരിഹാരം ഗവൺമെൻറ് ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഞങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കും. ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കും. കാരണം രമ്യമായ പരിഹാരം ഉണ്ടാക്കാവുന്ന വിഷയമുള്ളൂ അത്. കുഞ്ഞാലിക്കുട്ടി പഴയ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരാണ് നിലപാടെടുക്കേണ്ടതും സർക്കാരാണ് തീരുമാനം ഉണ്ടാക്കേണ്ടതും എന്നാണ് ലീഗിന്റെ നിലപാട്. അതേസമയം മതസംഘടനകൾക്ക് ഇക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല, എതിർപ്പില്ല. മുനമ്പം നിവാസികൾക്കൊപ്പം തന്നെയാണ്. വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കട്ടെ എന്നതാണ്. പക്ഷേ സമസ്തയുടെ നിലപാട് എന്ന് പറയുന്നത് അത് വഖഫ് ഭൂമി തന്നെയാണ്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം സർക്കാരിന് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്നും സുപ്രഭാതത്തിലെ ലേഖനത്തിൽ മുസ്തഫ മുണ്ടുപാറ പറയുന്നുണ്ട്. എന്തായാലും ലീഗിന്റെ നിലപാടിന് വിരുദ്ധമാണ്
സമസ്തയുടെ നിലപാടായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ സമസ്തയുടെ നിലപാട് വന്നതിന് ശേഷവും ലീഗ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. TG സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇക്കാര്യത്തിൽ ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസിനെ കൂടി രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ക്രൈസ്തവ വോട്ടുകൾ പോകാതിരിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടി ലീഗ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്, UDF-ൽ നടന്നു പോകാതിരിക്കാൻ. പക്ഷേ സമസ്ത ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിരിക്കുകയാണല്ലോ. അത് ലീഗിന്റെ നിലപാടിന് എതിർവാണ്. പക്ഷേ ഇപ്പോൾ സമസ്തയെ തള്ളിപ്പറയുക എന്നത് മാത്രമല്ലേ ലീഗിന്റെ മുന്നിലുള്ള വഴി ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്? അതെ, ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പോലെ അത്ര രമ്യമായി വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ലിത്. കാരണം ഇത് സംസ്ഥാന സർക്കാർ മാത്രം തീരുമാനമെടുക്കട്ടെ, സർക്കാർ വിചാരിച്ചാൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്ന് ലീഗ് നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ എടുക്കുന്ന നിലപാടാണ്. ആ നിലപാട് തള്ളിപ്പറയാൻ ലീഗിന് കഴിയുമോ എന്നതാണ് ചോദ്യം. കാരണം ഉമർ ഫൈസി മുക്കം ഇന്നലെ ഈ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പല നിലപാടുകൾ ഉണ്ടാവും, പക്ഷേ ഇതിൽ സമസ്തയ്ക്ക് ഒരു നിലപാടേ ഉള്ളൂ, അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന നിലപാടാണ്. ആ നിലപാട് ആവർത്തിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെ പരിഹാരം എന്നതാണ് ചോദ്യം. ഇത് സങ്കീർണമാവുകയാണ് വിഷയം. ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന പ്രത്യേക സാഹചര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് ലീഗ് നേതൃത്വത്തിനും കോൺഗ്രസിനും CPM-നും ഒക്കെ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടുകൾക്ക് പരിമിതിയുണ്ട്. തുറന്നു പറയാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ചില പരിമിതിയുണ്ട്. മറുവശത്ത് സംഘപരിവാർ അല്ലെങ്കിൽ BJP മറ്റൊരു രാഷ്ട്രീയ നീക്കം നടത്തുന്ന പശ്ചാത്തലത്തിൽ വളരെ കരുതലോടെയാണ് അവരുടെ പ്രതികരണം പോകുന്നത്. പക്ഷേ പ്രതിസന്ധി മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യത്തിൽ സമസ്ത നേതൃത്വം അവരിൽ ഒന്നിക്കുന്നത് ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന കാര്യത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇതിനെന്ത് പരിഹാരം എന്നതാണ് ചോദ്യം. നേരത്തെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ സംസാരിക്കുമ്പോൾ പറയുന്നു, ഇസ്ലാമിക വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ തങ്ങൾക്ക് വഖഫ് ഭൂമി തന്നെയെന്ന് നിലപാടെടുക്കേണ്ടി വരും. ഒപ്പം തന്നെ ആ ഭൂമി വിട്ടുകൊടുക്കാനും കഴിയില്ല. പക്ഷേ നിലവിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പൊതു സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ മറ്റു ചില ഒത്തുതീർപ്പുകൾ ഒരുപക്ഷെ വേണ്ടിവരും. അങ്ങനെയെങ്കിൽ ആ ഒത്തുതീർപ്പ് എന്ത് എന്നതാണ് ചോദ്യം. പക്ഷേ രണ്ട് ഒത്തുതീർപ്പുകളും നടക്കുകയില്ല എന്ന് ക്രൈസ്തവ സഭകളുടെയും സമസ്തയുടെയും നിലപാട് വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. സമസ്ത പറയുന്നത് ഈ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ് പറ്റില്ല എന്ന്. ക്രൈസ്തവ സഭകളും മുനമ്പത്തെ നിവാസികളും പറയുന്നതും അത് തന്നെയാണല്ലോ. മുനമ്പം ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് പറ്റുകയില്ല, പകരം ഭൂമി ഒന്നുകിൽ വഖഫ് ബോർഡിനെന്ന് അവിടെ പറയുന്നു, ഇവിടെ സമസ്തയാകട്ടെ പകരം ഭൂമി മുനമ്പം നിവാസികൾക്ക് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെയും നിലപാടുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, ഒത്തുതീർപ്പിനുള്ള തടസ്സവുമാണല്ലോ അത്. തീർച്ചയായിട്ടും മഞ്ജുഷ, അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം മുനമ്പത്ത് നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒത്തുതീർപ്പ് ഉണ്ടാവില്ല. തങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ വിട്ടുകിട്ടണം, ഇതാണ് അവിടുത്തുകാരുടെ ആവശ്യം. സർക്കാരും ആ വാദത്തോട് തത്വത്തിൽ യോജിക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ പരിഹരിക്കപ്പെടും പൂർണ്ണമായി എന്നത് ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. അതേസമയം മുനമ്പത്തെ ഭൂമി അവിടുത്തുകാർക്ക് വിട്ടുകൊടുത്ത് അവർക്ക് റവന്യൂ അവകാശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് മറിച്ച് വഖഫ് ഭൂമിക്ക് പകരം മറ്റൊരു സ്ഥലത്ത് ഭൂമി നൽകുക എന്ന ഒരു സൊല്യൂഷനിലേക്ക് ചർച്ചകൾ പോയാൽ അതുണ്ടാക്കുന്ന ഒരു മോശം പ്രവണത സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാണ്. കാരണം ഇനി ഉണ്ടാകുന്ന വഖഫ് ഭൂമി തർക്ക കേസുകളിലെല്ലാം അത്തരമൊരു പരിഹാര നിർദ്ദേശം മുനമ്പം മാതൃകയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് മാത്രമല്ല, അത് സമൂഹത്തിൽ നിലവിൽ നിൽക്കുന്ന ഭിന്നിപ്പ് തന്നെ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഒത്തുതീർപ്പ് എന്ന തരത്തിലേക്ക് ചർച്ച ഉയർന്നു വരികയും അത് വലിയ ഗുരുതര പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതിൽ എന്ത് പരിഹാര നിർദ്ദേശം എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഇത് വഖഫ് ഭൂമിയാണെന്ന നിലപാട് സമസ്തയടക്കമുള്ള സംഘടനകൾ ആവർത്തിക്കുന്ന പശ്ചാത്തലം. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സമസ്ത നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്നാണ് സമസ്തയുടെ നിലപാട്. മുനമ്പത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റും അനുവദിക്കില്ല എന്നാണ് സമസ്ത നേതാവും SYS സെക്രട്ടറിയുമായ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ന്യൂസ് 18നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സമസ്തയുടെ നിലപാട്, ലീഗിന്റെ നിലപാട് എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ പല നിലപാടുകൾ ഈ കാര്യത്തിൽ ആർക്കും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല, സാധുതയുമില്ല. കാരണം ആ വഖഫ് ബോർഡിന്റെ തീരുമാനം, അതല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനം, അതല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇതിന്റെ വഖഫ് ഡീഡ് അഥവാ ആധാരം നോക്കിയാൽ കാണാൻ കഴിയും അത് വഖഫാണ് എന്ന് അതിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജിന്റെ ആവശ്യത്തിന് നമ്മൾ ഫറൂഖ് കോളേജ് എന്ന് പറയുമ്പോൾ ഫറൂഖ് കോളേജിൽ റൗലത്തുൽ ഉലൂം അറബി കോളേജ് എന്ന് പറയുന്ന ഒരു മതപരമായ പഠനം നടത്തുന്ന സ്ഥാപനവും കൂടി ഉള്ളതുകൊണ്ട് മതപരമായ ലക്ഷ്യത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാണ് എന്ന് ഡീഡിൽ പറയുന്നുണ്ട്. ഒരു കാര്യം. രണ്ട്, അങ്ങനെയുള്ളൊരു വഖഫ് സ്വത്ത് കോളേജ് കമ്മിറ്റി ഒരിക്കലും വിൽക്കാൻ പാടില്ല, വിറ്റത് തെറ്റാണ്
വിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് വോയിഡ ബിനിഷോ എന്ന് പറയുന്ന രീതിയിൽ വിറ്റതും തെറ്റാണ്, വാങ്ങുന്നവർ അവെയർ ആയില്ല, അവർ ബിവെയർ ആയില്ല എന്നതും തെറ്റാണ്. ഇത് വഖഭൂമി അല്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ വില കൊടുത്ത് വാങ്ങി അവിടെ താമസിക്കുന്ന ആളുകളെ പുറത്താക്കണമെന്ന് പറയാനും പാടില്ല. അതേസമയത്ത് മാഫിയകൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ, റിസോർട്ട് ഉടമകൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റുകയും ആ വഖഫ് സ്വത്ത് സംരക്ഷിക്കുകയും വേണം. ഇതാണ് സമസ്തയുടെ നിലപാട്. അതേസമയം INL ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയായി തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് INLന്റെ നിലപാട്. വിരലിലെണ്ണാവുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് മുനമ്പത്തുള്ളത് എന്ന് INL പറയുന്നു. മറ്റുള്ളതെല്ലാം ബാറും റിസോർട്ടുകളുമാണ്. ഫാറൂഖ് കോളേജ് അധികൃതർ അഡ്വക്കേറ്റ് MV പോളിന് നൽകിയ പവർ ഓഫ് അറ്റോർണിയുടെ മറവിൽ വഖഫ് ഭൂമി ഇഷ്ടക്കാർക്ക് MV പോൾ അനധികൃതമായി രജിസ്റ്റർ ചെയ്തു കൊടുത്തു. മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കേണ്ടതില്ലെന്നും INL നേതാവ് NK അബ്ദുൽ അസീസ് പറഞ്ഞു. ഇത് പരിശോധിക്കുമ്പോഴാണ് ഫാറൂഖ് കോളേജിന്റെ കമ്മിറ്റി ഈ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലും പറവൂർ കോടതിയിലുമെല്ലാം കേസ് നടത്തുന്നതും തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് MV പോളിനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയും ചെയ്തു. ആ പവർ ഓഫ് അറ്റോർണിയുടെ ബലത്തിൽ കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി ആ രേഖകളിൽ രജിസ്റ്റർ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അഡ്വക്കേറ്റ് MV പോൾ അദ്ദേഹത്തിന്റെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കുമായി ഈ 404 ഏക്കർ ഭൂമി മുറിച്ചു കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ സംഘടനകൾ മുനമ്പത്തെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട്ടെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 3 ദിവസം മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഇരട്ട വോട്ട് വിവാദം കത്തിപ്പടരുകയാണ് ഇപ്പോൾ. വോട്ടർ പട്ടിക പുതുക്കണമെന്നാവശ്യപ്പെട്ട് CPM രംഗത്തെത്തിയിട്ടുണ്ട്. ഇരട്ട വോട്ടുള്ള വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനഹിതത്തിന് എതിരാണെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ തിങ്കളാഴ്ച പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് AK ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞത്. RSS കാര്യാലയത്തിൽ 26 വ്യാജ വോട്ടുണ്ടെന്ന് ആരോപിച്ച CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിന്റെ വോട്ട് നിയമാനുസൃതമാണെന്നും CPM പ്രതികരിക്കുന്നു. ആദ്യം AK ബാലന്റെയും EN സുരേഷ് ബാബുവിന്റെയും പ്രതികരണം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലല്ലാത്ത വോട്ടർമാരെ BJP MPയെ ലോക്സഭയിലേക്ക് എത്തിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം വടകരയിലും നടത്തി. വടകരയിൽ ഷാഫിയാണ് നടത്തിയത്. ഏതാണ്ട് ഒരു 20,000-ഓളം വോട്ടർമാർ, ആദ്യം ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല, 20,000-ഓളം വോട്ടർമാർ മാനിപ്പുലേഷൻ നടത്തി ഈ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജനഹിതത്തിനെതിരായിട്ടുള്ള, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഗൗരവമായ പരിശോധനയ്ക്ക് ഇത് വിധേയമാക്കണം. ഞങ്ങൾ എന്തായാലും 18-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രക്ഷോഭം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ജില്ലാ കളക്ടറുടെ, റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തും ഇലക്ഷൻ കമ്മീഷണറുടെ ഭാഗത്തും ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുന്നല്ലാതെ വേറെ വഴി. ഇതാണ് CPMന്റെ നിലപാട്. 2700-ഓളം വോട്ട് ഉണ്ട് എന്നുള്ളത് പരിശോധനയിൽ തെളിഞ്ഞു വരികയാണ്. അതീവ ഗുരുതരമാണ്. ഇത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം കൂടിയാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥ് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിര താമസക്കാരനാണ്. പാലക്കാടും വോട്ടുണ്ട്. RSSന്റെ വടക്കന്തറയിലുള്ള കാര്യാലയത്തിൽ, സമുന്നയ എന്നാണ് ആ കാര്യാലയത്തിന്റെ പേര്, 26 വോട്ടാണ് ആ കാര്യത്തിൽ മാത്രം. ഈ ജില്ലയിലുള്ളവരെയല്ല, വിവിധ ജില്ലകളിൽ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അപ്പൊ വ്യാപകമാണ് BJPയുടെയും കോൺഗ്രസിന്റെയും വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാജ വോട്ടിനെതിരെ ഏതറ്റവും വരെ ഞങ്ങൾ പോകും. ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഏതറ്റവും വരെയും പോവുക എന്നുള്ളതാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട്. മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരുടെ പേരുകൾ പാലക്കാട്ടെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് CPMന്റെ ആരോപണം. ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യണമെന്ന് CPM ആവശ്യപ്പെടുന്നു. 18-ന് പ്രക്ഷോഭം സംഘടിപ്പിക്കും. കോൺഗ്രസും BJPയുമാണ് ഇങ്ങനെ ഇരട്ട വോട്ടുകൾ ചേർത്തിരിക്കുന്നത് എന്നാണ് CPMന്റെ ആരോപണം. അതേസമയം ഇടത് സ്ഥാനാർത്ഥി P സരിൻ പാലക്കാട്ടെ വോട്ടറായതിനെയാണ് ഇപ്പോൾ ആയുധമാക്കുന്നത് കോൺഗ്രസ്.
3 മാസമേ ആയിട്ടുള്ളൂ പാലക്കാട് സരിൻ താമസമായിട്ട്. എന്നാൽ 6 മാസം വേണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ. ഇതാണ് വി ഡി സതീശൻ പറയുന്നത്. സരിനെതിരെയുള്ള ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. സതീശന്റെ പ്രതികരണത്തിലേക്ക്. അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല, അത് അവിടെ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഒരാൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അയാൾ ഇവിടെ സ്ഥിരതാമസക്കാരനാണ്, അത് കൊടുക്കണം. അതിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് താമസിക്കണം അവിടെ. എന്തേ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ? ഇക്കാര്യത്തിൽ സരിൻ പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശന് 4 മണിക്ക് മറുപടി പറയും എന്നാണ്. പക്ഷേ ഈ വിഷയം ആളിക്കത്തിക്കുകയാണ് കോൺഗ്രസും. അതേസമയം BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രതികരണമുണ്ട്. സി രഘുനാഥിന് പാലക്കാടും കോഴിക്കോടും വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറാമെന്നാണ് സി കൃഷ്ണകുമാറിന്റെ വെല്ലുവിളി. അതേസമയത്ത് തന്നെ BJPയുടെ കുറേയേറെ വോട്ടുകൾ ഇതിനകം നീക്കം ചെയ്തു എന്നുള്ള ആരോപണവും സി കൃഷ്ണകുമാർ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. രഘുനാഥിന് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. രഘുനാഥിന്റെ വോട്ട് കോഴിക്കോടാണ്. രഘുനാഥിന്റെ വോട്ട് പാലക്കാട് ഉണ്ടെന്ന് പറഞ്ഞാൽ തെളിയിച്ചാൽ, VK ശ്രീകണ്ഠൻ തെളിയിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറാം. അല്ലെങ്കിൽ VK ശ്രീകണ്ഠൻ MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയം ഇരട്ട വോട്ട് തന്നെയാണല്ലോ. കഴിഞ്ഞ 2 ദിവസമായി ഈ വിഷയം ചർച്ചയിലാണ്. അതിൽ നിന്ന് പിന്മാറാൻ എന്തായാലും CPM തയ്യാറായിട്ടില്ല. ഇതിൽ കൂടുതലും CPM ആണല്ലോ ഈ വിഷയം ഉന്നയിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുവാനുള്ള നിലപാടാണല്ലോ കോൺഗ്രസും BJPയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെയുള്ള എതിർതന്ത്രങ്ങൾ ശരിക്കും ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ടോ? അങ്ങനെ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുന്നുണ്ടോ? പരിശോധന നടക്കുന്നുണ്ട്. അത് BLOമാരുടെയും അതുപോലെ തന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം തന്നെ ചേർന്നിരുന്നു. അതിൽ സ്ഥലം മാറിപ്പോയവരുടെയും അതുപോലെ ഈ മേൽവിലാസ നിലവില്ലാത്തവരുടെയും വിവരങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഭരണാധികാരിയായ RDയും ശേഖരിച്ചിട്ടുള്ളത്. അതിൽ പരിശോധന നടക്കുകയാണ്. ഇതിൽ എത്ര പേർ യഥാർത്ഥത്തിൽ അവിടെ ഇല്ലാത്തവരാണ്, വ്യാജമായ എത്ര, അല്ലെങ്കിൽ ഇരട്ട വോട്ട്, വ്യാജം തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്, അത്തരത്തിൽ വോട്ട് എത്രണ്ണം ചേർത്തിട്ടുണ്ടെന്ന കാര്യമൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. പക്ഷേ ഈ പരിശോധന നടന്നാലും അതിലൊരു നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പും പറയാൻ കഴിയുന്നില്ല. അതിന് കാരണം ഇങ്ങനെ ഇരട്ട വോട്ടെന്ന് പറയുമ്പോഴും സാധാരണഗതിയിൽ പൊതുതെരഞ്ഞെടുപ്പുകളിലാണ് 2 മണ്ഡലങ്ങളിൽ വോട്ടുണ്ടെങ്കിൽ അത് ഒരിടത്ത് മാത്രം വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പരിമിതപ്പെടുത്താൻ കഴിയും, ഒരിടത്ത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഈ നിയമപ്രകാരം 6 മാസമൊക്കെ ഇവിടെ താമസിച്ചോ അങ്ങനെയൊക്കെ വോട്ട് ചേർത്തിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ BJPയുടെ RSSന്റെ കാര്യാലയത്തിന് 26 വോട്ട്, സമന്വയ എന്ന അവരുടെ ആ അഡ്രസ്സിൽ 26 വോട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ ചേർത്ത് സ്വാഭാവികം അവരുടെ താമസിച്ച് വോട്ട് ചേർത്താണ്. BJPയുടെ ജില്ലാ അധ്യക്ഷന്റെ വോട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അഡ്രസ്സിലാണ്. അതൊക്കെ നീക്കം ചെയ്യുക അത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അവർ വോട്ട് ചെയ്താൽ മറ്റിടത്ത് അവർ വോട്ട് ചെയ്യില്ല. അവർക്ക് ഇവിടെയാണ് വോട്ടെന്ന് അവർ അവകാശപ്പെടാൻ കഴിയും. വോട്ടർ പട്ടികയിൽ പേരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഈ 2700 വോട്ടും പലരും മറ്റു പല മണ്ഡലങ്ങളിലും വോട്ടുള്ളവരാണ്. പാലക്കാടിന് പുറമെ മലമ്പുഴയിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും പട്ടാമ്പിയിലും ഒക്കെ വോട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സമ്മതിക്കുന്നു. 2700 കൃത്യ നമ്പർ വ്യക്തമല്ല, പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ട്. അതൊരു മാനിപ്പുലേഷൻ ആണെന്നാണ് CPM ആരോപിക്കുന്നത്. തൃശ്ശൂരിലും ഇതുപോലെ BJPയും കോൺഗ്രസും വോട്ട് ചേർത്തു, അതിന് സമാനമായി ഇവിടെയും ചേർത്തു എന്നാണ് CPMന്റെ ആരോപണം. എന്നാൽ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൃത്യമായി അവരുടെ വോട്ടുകൾ ചേർത്തു. ചീലക്കരയിലും ചേർത്തിട്ടുണ്ട്, ഇവിടെയും ചേർത്തു. CPMലെ ഉൾപാർട്ടി പ്രശ്നങ്ങളും മറ്റും കാണാം, അവർക്ക് ചേർക്കാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയാണത് വ്യാജ വോട്ടാകുന്നത് ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതേസമയം സരിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു ആരോപണവും ഉണ്ടല്ലോ. 3 മാസമായേ ഉള്ളൂ സരിൻ പാലക്കാട് വന്നിട്ട്, പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്ന്. അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാനാവും? CPM പറയുന്നത് 6 വർഷമായി സരിന്റെ ഭാര്യയുടെ പേരുള്ള വീടാണത്. അവിടെയാണ് സരിനെ വോട്ട് ചേർത്തിരിക്കുന്നത്, സരിനും ഭാര്യയും വോട്ട് ചേർത്തിരിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. സരിൻ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച രേഖകൾ, അതായത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നൽകിയ രേഖകൾ ഉൾപ്പെടെ ഈ അഡ്രസ്സ് തന്നെയാണ് വച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് വ്യാജ വോട്ടാകുന്ന ചോദ്യമാണ് CPM ഉന്നയിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനായി ഇന്ന് സരിൻ വൈകിട്ട് 4 മണിക്ക് സരിന്റെ ഈ വീട്ടിൽ, അതായത് വോട്ടർ പട്ടികയിലുള്ള വിലാസത്തിലുള്ള വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. തന്റെ സ്വന്തം വീടാണ്, അവിടെ എന്തുകൊണ്ട് പേര് ചേർക്കാൻ കഴിയില്ല ചോദ്യമാണ് സരിൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല സരിൻ പട്ടാമ്പിയിലെ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ, അവിടെ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും CPM നേതാക്കൾ പറയുന്നു. അതിന്റെ രേഖകളും അവർ
പുറത്തുവിട്ടിട്ടുമുണ്ട്. ഏതായാലും 2700ഓളം വോട്ട് ഉണ്ട് എന്നത് ഏറെക്കുറെ വസ്തുതയാണ് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതിന്റെ കൃത്യമായ കണക്ക് ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അവിടെ CPM വെട്ടിലാകുന്നത് CPMന് ഈ കൂട്ടത്തിൽ വോട്ടില്ല, CPM ആ സമയത്തോടെ വോട്ട് ചേർത്തില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കോൺഗ്രസും BJP വ്യാപകമായി ഇവിടെ വോട്ട് ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് വോട്ട് ചേർക്കൽ. പക്ഷേ ഇപ്പോൾ CPM ആരോപിക്കുന്നത് മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരെ വ്യാജമായി ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തു എന്നതാണ്. അതിലേതായാലും തെളിവുകൾ ഇനി ബാക്കി കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ അവരെ വോട്ട് ചെയ്ത് തടയുക അത്ര എളുപ്പമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപരമായി എന്താണ് കമ്മീഷൻ സ്വീകരിക്കുക നടപടി എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അവർ പരിശോധിക്കുകയാണ്. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഇത് തടയാൻ CPM ശ്രമിക്കുകയും അത് സംഘർഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ദിവസം കാര്യങ്ങൾ കൊണ്ടുപോവുകയും എത്തിക്കുകയും ചെയ്യും. വലിയൊരു പ്രക്ഷോഭവും CPM ശരിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ചില നിയമപരമായ തടസ്സങ്ങളുമുണ്ട്. വോട്ട് ചെയ്യാൻ വന്നാൽ വോട്ട് ചെയ്യിക്കാതിരിക്കാനും പറ്റുകയില്ല. അങ്ങനെ പ്രശ്നങ്ങളുമുണ്ട്. എന്തായാലും 18-ാം തീയതി വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ CPM നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പാലക്കാട്ട് പ്രചാരണത്തിനെത്താൻ വൈകിയതിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA. പ്രിയങ്ക ഗാന്ധി എന്റെ കുടുംബാംഗമാണെന്നും കുടുംബാംഗം മത്സരിക്കുമ്പോൾ പ്രയോറിറ്റി നൽകുന്നത് അതിനാണെന്നുമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. വയനാട്ടിലായിരുന്നു ചാണ്ടി ഉമ്മൻ ഇതുവരെ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത്. BJP പാലക്കാട് ചിത്രത്തിലില്ലെന്നും സരിന് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം ഉണ്ടാകില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അല്ല, ഇവിടെ മത്സരമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കുന്നില്ല, മത്സരത്തെക്കുറിച്ച് ഞങ്ങൾ നോക്കുന്നില്ല. UDF ജയിച്ചു കഴിഞ്ഞു. KPC പ്രസിഡന്റ് പറഞ്ഞു UDF LDF തമ്മിലാണ് മത്സരമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ജനം UDFനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് LDF സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണും. എന്റെ പിതാവിന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടുകൂടി മത്സരിച്ച ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് വേറൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കോൺഗ്രസ് പാർട്ടിയാണ് എന്റെ പിതാവിന്റെ പാത. ആ പാത വിട്ട് ആർക്ക് വേണേ പോകാം. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്നും ആശീർവാദം ഉണ്ടെന്നും പിന്നെ ക്ലെയിം ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ അവിടെ കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഞാനത് ചെയ്തിരിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി അല്ലേ. എന്റെ കുടുംബത്തിൽ ഒരാൾ മത്സരിക്കുമ്പോൾ ഞാൻ കരുതുന്നു എന്റെ കുടുംബത്തിൽ ഒരാൾ മത്സരിക്കുമ്പോൾ അവർക്കാണ് പ്രയോറിറ്റി. യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ കുടുംബത്തിലെ അംഗമായിട്ട് കരുതുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ പ്രയോറിറ്റി എപ്പോഴും എന്നെ സംബന്ധിച്ച്, കാരണം എന്റെ കുടുംബത്തിൽ അംഗമായിട്ട് ഞാൻ കരുതുന്നുണ്ട്, എനിക്ക് പ്രയോറിറ്റി അതാണ്. ഒന്നിച്ചു നിൽക്കുന്നു എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടി ചാണ്ടി ഉമ്മനോട് എത്രയും പെട്ടെന്ന് പാലക്കാട്ടേക്ക് വരണമെന്ന് KPCC ആയിരുന്നു നിർദ്ദേശം നൽകിയത്. അതുപ്രകാരമാണ് ചാണ്ടി ഉമ്മൻ പ്രചാരണത്തിൽ സജീവമാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ആത്മകഥാ വിവാദം ഗൂഢാലോചനയാണെന്ന് EP ജയരാജൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് EP ഈ നിലപാട് ആവർത്തിച്ചത്. താൻ എഴുതിയതല്ല പുറത്തു വന്നത് എന്നാണ് EPയുടെ നിലപാട്. CPM സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. യോഗം പൂർത്തിയാകും മുൻപ് തന്നെ EP ജയരാജൻ യോഗത്തിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ് AKD സെന്ററിന് മുന്നിൽ നിന്ന്. വിനോദ്, എന്തായാലും ഇക്കാര്യം തന്നെ EP പറയുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. എന്തെല്ലാം വിവരങ്ങൾ പുറത്തു വരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന്? മഞ്ജുഷ, ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ വിവാദം ഉയർന്നു വന്നു. EP നൽകിയ വിശദീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നേരത്തെ എടുത്ത നിലപാട് അത് EP ആവർത്തിക്കുകയായിരുന്നു. ഇങ്ങനെ താൻ എഴുതാത്ത കാര്യങ്ങൾ പുറത്തു വന്നതിൽ ഗൂഢാലോചനയുണ്ട്, ഇതേക്കുറിച്ച് അന്വേഷിക്കണം, രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ഒരു കാര്യം EP പറഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ DC ബുക്സിന്റെ പേര് EP പറഞ്ഞിരുന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. വലിയ വിവാദത്തിലേക്ക് പോകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല എന്ന സൂചനകൾ കൂടി വരുന്നു. ഇതിന്മേൽ വലിയ ചർച്ചകൾ ഉണ്ടായില്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗം തീരുന്നതിന് മുൻപ് തന്നെ EP പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം EP ആദ്യമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ഈ യോഗം നടക്കുന്നതിനിടെ EP പുറത്തേക്ക് പോയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മുൻപ് EP പുറത്തിറങ്ങി. അത് നമ്മൾ മനസ്സിലാക്കുന്നത് EPയുടെ നിലപാട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ്. ചില ചോദ്യങ്ങൾ ഉണ്ടായി എന്നും നമുക്ക് ചില സൂചനകളുണ്ട്. പക്ഷേ അടുത്ത സമയങ്ങളിൽ മാത്രമേ നമുക്കത് വിശദമായി മനസ്സിലാക്കാൻ കഴിയൂ. ഏതായിരുന്നാലും യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ വിവാദം വേണ്ട എന്ന തീരുമാനം പാർട്ടി നേരത്തെ എടുത്തു എന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും EPയോട് ചോദ്യമുണ്ടായി എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. മഞ്ജുഷി, ശരി. EP ജയരാജൻ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയാൻ തയ്യാറായില്ല. പറയേണ്ട സമയത്ത് പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ
കാണേണ്ടപ്പോൾ കാണാമെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. മറ്റൊരു വാർത്തയിലേക്ക്. PV അൻവറിനെതിരെ P ശശി ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്തു. തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത്. കണ്ണൂർ കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്. അധോലോക സംഘങ്ങളാണ് അൻവറിന് പിന്നിലെന്നാണ് P ശശി മാധ്യമങ്ങളോട് പറഞ്ഞത്. മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കലാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആക്രമിക്കുക, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുന്ന മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ജനനന്മ ഉയർത്തിക്കൊണ്ടുള്ള ഭരണത്തിൻ്റെ ഫലമായി നഷ്ടവും ക്ഷീണവും സംഭവിച്ച കുറേ അധോലോക സംഘങ്ങളുണ്ട്. ആ അധോലോക സംഘങ്ങളുടെ എല്ലാം പിൻബലം ഗവൺമെന്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആക്രമണം നടത്തുന്ന ദുഷ്പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് കിട്ടിയെന്ന് വന്നേക്കാം. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയത്. 4 മാസമായിട്ടും തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്താണെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കേരളത്തെ അറിയിച്ചിരുന്നു. നിലവിലെ മാനദണ്ഡങ്ങൾ ഇത് അനുവദിക്കുന്നില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിന് ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നത്. അതേസമയം അതിതീവ്ര ദുരന്തമാണോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഉന്നതതല സമിതി യോഗം ചേർന്നിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതുകൊണ്ടാണ് അന്തിമ തീരുമാനമെടുക്കാൻ വൈകുന്നതെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. കേന്ദ്രം തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്ന് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കകം അന്തിമ തീരുമാനമുണ്ടാകണമെന്ന് കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. കേസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം വ്യക്തികൾക്ക് നൽകുന്ന സഹായം 1 മാസത്തേക്ക് കൂടി നീട്ടിയെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കേന്ദ്രം കാത്തിരിക്കുകയായിരുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത്. അതുകൊണ്ടാണ് കത്ത് ഇത്രയും വൈകിയത് എന്ന ആക്ഷേപമാണ് ഉയർന്നുവരുന്നത്. കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ വിമർശിച്ചു. കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ പിശകുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്രമന്ത്രിയുടെ കത്തിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രം അവഗണിച്ചാലും ദുരന്തബാധിതരെ സർക്കാർ ചേർത്ത് നിർത്തുമെന്നും K. രാജൻ പറഞ്ഞു. കേരളത്തിനോട് ഇങ്ങനെ ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാട് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത്? ഒരു കാര്യം ഉറപ്പായി, കേന്ദ്രത്തിലെ അപൂർവമായി ഒരു മന്ത്രിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒക്കെ ഇടക്കാലത്ത് പറഞ്ഞിരുന്ന ഒരു കാരണം, വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാരണം, കേരളം കൊടുത്ത മെമ്മോറാണ്ടത്തിൽ എന്തോ കുറവുള്ളത് കൊണ്ടാണ് കേരളത്തിന് സഹായം തരാത്തത്. അതല്ല എന്ന് ഉറപ്പായി. അങ്ങനെയെങ്കിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ കത്തിൽ ഉറപ്പായിട്ടും പറയുമായിരുന്നു, ഇന്ന രേഖകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തരാത്തത്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ രേഖകളുടെ കുറവല്ല, കേന്ദ്രം സാധാരണ കാണിക്കുന്നത് പോലെ കേരളത്തിനോടുള്ള അവഗണന എത്ര ശക്തമായി കാണിക്കുകയും ചൂരൽമലയിലെ ദുരന്തബാധിതരെ ഇനിയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള നയങ്ങൾ തീരുമാനിക്കുകയും ചെയ്താലും ലോകത്തെ മലയാളികളുടെയും മനുഷ്യസ്നേഹികളുടെയും സഹായത്തോടെ ചൂരൽമലയിൽ അവസാനത്തെ ദുരന്തബാധിതനെയും ചേർത്തു പിടിച്ച് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. വയനാടിനോടുള്ള കേന്ദ്ര അവഗണന മനഃപൂർവ്വമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തിയത്. ഇതിനെതിരെ അതിശക്തമായ സമരമുണ്ടാകും. സമരത്തിൽ CPM-നെ കൂട്ടുപിടിക്കില്ലെന്നും സതീശൻ പറഞ്ഞു. അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ തീർച്ചയായും കേരളത്തിന് അർഹതയുള്ള ഈ തുക മനഃപൂർവ്വമായി അവഗണിക്കുന്നത്, അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കും. അതുമായി മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തനിനിറമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വരുന്നത്. ആ പാർലമെൻറ്റിനകത്ത് കേരളത്തിൻ്റെ ഒരു വിഷയം എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കും. അതിന് നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ട. ഞങ്ങൾ സമരം ചെയ്യാൻ
കാരണം ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് നമുക്ക് പറയാം. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്നുള്ള കത്തിലെ ഡേറ്റ് 10-ാം തീയതിയാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഈ കത്ത് പുറത്തുവിട്ടത്. ഇതിൽ ദുരൂഹതയുണ്ട്. ഇത് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കേന്ദ്രം കാത്തിരിക്കുകയായിരുന്നു എന്നാണ് MP രാജേഷ് പറഞ്ഞത്. കേന്ദ്രം കേരളത്തെ പിന്നിൽ നിന്ന് കുത്തിയതായും മന്ത്രി പറഞ്ഞു. വയനാടിനുള്ള സഹായം നിഷേധിച്ചതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെയും വയനാടിനെയും പിന്നിൽ നിന്ന് മാരകമായി കുത്തിയിരിക്കുകയാണ്. ഈ പിന്നിൽ നിന്നുള്ള കുത്ത് കേരളം പൊറുക്കില്ല. 3 കാര്യങ്ങളാണ് ഈ ഹൃദയഭേദകമായ ദുരന്തത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടത്. വളരെ ന്യായമായ കാര്യങ്ങൾ. ഒന്ന്, ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയിട്ട് പ്രഖ്യാപിക്കണം. രണ്ടാമത്, അധിക സഹായം നൽകണം. മൂന്നാമത് നമ്മൾ ആവശ്യപ്പെട്ടത് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണം. വളരെ ന്യായമായ മാനുഷികമായ പരിഗണന അർഹിക്കുന്ന ആവശ്യങ്ങളാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇതെല്ലാം തള്ളിക്കൊണ്ടുള്ള നിലപാട് അറിയിച്ചിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പരിഗണന കേരളത്തിന് നൽകുന്നില്ലെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് പ്രതികരിച്ചു. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് 388 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന സഹായങ്ങൾ, സംസ്ഥാന ദുരന്തത്തിനുള്ള സഹായങ്ങളിലാണ് ഇത് പെടുന്നത്. അത് 80% കേന്ദ്രവും 20% സംസ്ഥാനവുമാണ്. ഇപ്പോൾ കേരളത്തിൽ 388 കോടി കൊടുക്കുമ്പോൾ 291 കേന്ദ്രത്തിൻ്റെത്, ബാക്കി 90 കോടി രൂപ സംസ്ഥാനത്തിൻ്റെതാണ്. അത് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ടത്. ആ തുക കൊണ്ട് മാത്രം വയനാട് ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. മാത്രം വയനാട് ദുരന്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ തുക കേരളത്തിന് കിട്ടും. കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം വയനാട് വന്നു. നമ്മുടെ ചീഫ് സെക്രട്ടറി വേണു പോയിരുന്നു. അവരുടെ റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. അത് കത്തിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ടനുസരിച്ച് നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. അതും എടുത്തിട്ടില്ല. ഇത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണനയാണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? മാത്രമല്ല, കേരളത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങൾക്ക് പോലും കേന്ദ്രമന്ത്രിമാരുടെ ഒരു പടയാണ് വരുന്നത്. രാഷ്ട്രീയവൽക്കരിച്ച് വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്ന ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി വന്ന് കണ്ട ഒരു കാര്യം, അതിന് പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്നതാണ്. മറ്റു സംസ്ഥാനങ്ങളെ സഹായിക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തെ സഹായിച്ചുകൂടാ? അതും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് കൊടുക്കുന്നത് എന്തിനാണ്? വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന കേന്ദ്രത്തിന്റെ കത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ഹൈക്കോടതി ഇന്നലെ പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തിയിരിക്കുകയാണ്. മാർഗരേഖ അനുസരിച്ചാൽ പാടത്ത് മാത്രമേ തൃശൂർ പൂരം നടത്താനാവൂ എന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാട്. മാർഗനിർദ്ദേശത്തിനെതിരെ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ പറഞ്ഞു. മടത്തിൽ വരവ് നടത്തുന്ന ഇടത്തെ റോഡിന്റെ വീതി 6 മീറ്റർ മാത്രമാണ്. 2 ആനകൾക്കിടയിൽ 3 മീറ്റർ ദൂരം വേണമെന്ന നിർദ്ദേശം പാലിക്കണമെങ്കിൽ പൂരം നടത്തിപ്പ് പാടത്തേക്ക് മാറ്റേണ്ടി വരും. 15 ആനകൾക്കിടയിലെ ദൂരം 45 മീറ്റർ ആകുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ പറഞ്ഞു. ആനകളുടെ അടുത്ത് നിന്ന് 8 മീറ്റർ ദൂരമെന്നത് പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളെയും ബാധിക്കും. ആനയുടെ മുൻപിൽ നിന്നാണോ പിറകിൽ നിന്നാണോ 8 മീറ്റർ പാലിക്കേണ്ടത് എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുമില്ല. ചുറ്റും 8 മീറ്റർ മാറി നിൽക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പാടത്തേക്ക് പൂരം മാറ്റേണ്ടി വരും. ആകെ റോഡിന് വീതി ഉള്ളത് 6 മീറ്ററാണ്. അതിൽ 3 ആനയും മറ്റ് ജനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് 8 മീറ്റർ. ഇതിലൊരു വ്യക്തത തോന്നുന്നില്ല. ആനയിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണോ 8 മീറ്റർ, അല്ലെങ്കിൽ ആനയുടെ ചുറ്റും 8 മീറ്റർ വേണോ എന്നുള്ളത് അതൊന്ന് വ്യക്തമാക്കണം. ആ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ കഴിഞ്ഞു. പിന്നെ ഈ മണത്തിൽ വരവും തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പൂരവും നടത്താൻ പറ്റില്ല. ഒരു ആന പ്രതിവർഷം ശരാശരി 85 പൂരം വരെയാണ് എടുക്കാറുള്ളത്. ബാക്കി ദിവസങ്ങൾ വിശ്രമമാണെന്നിരിക്കെ 24 മണിക്കൂർ വിശ്രമം വേണമെന്നത് അപ്രായോഗികമാണെന്നും K. ഗിരീഷ് കുമാർ പറഞ്ഞു. ഇത് ആനകളുടെ ചെലവ് പോലും കണ്ടെത്താൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഈ ഒരു വർഷത്തിൽ 85 പൂരം എടുക്കുന്ന ഒരു ആന ബാക്കിയുള്ള ദിവസങ്ങൾ, ബാക്കി 200 ചില ദിവസങ്ങളും അവര് നഷ്ടമാണ്. അതൊരു ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായി തോന്നുന്നത്. ഒരിക്കലും തെക്കോട്ടിറക്കമല്ല ഒരു പൂരം നടത്താൻ പറ്റില്ല. എലിഞ്ഞിത്തറ വേണം നടത്താൻ പറ്റില്ല, തെക്കോട്ടിറക്കം നടത്താൻ പറ്റില്ല. കുടമാറ്റ സമയത്ത് 15 ആനകൾ വീതമാണ് തെക്കേ ഗോപുരനടയിലും മറുവശത്തുമായി നിൽക്കുക. ആനകൾക്കിടയിൽ 3 മീറ്റർ പരിധി വന്നാൽ ഇത് നടക്കില്ല. സമാന അഭിപ്രായമാണ് പാറമേക്കാവിനും. പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത് തന്നെ ആനകളിൽ നിന്നാണെന്നാണ്
പാറമേക്കാവ് ദേവസ്വം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം ആചാരങ്ങളിൽ ആനയെ ഉപയോഗിക്കണമെന്നത് തന്ത്രവിധിയല്ലെന്ന് കൊച്ചി ദേവസ്വം ബോർഡിലെ തന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എഴുന്നള്ളിപ്പിന്റെ സമയത്ത് ആനകളെ അനുസരിപ്പിക്കാനായി പാപ്പാന്മാർ ചെയ്യുന്ന ദേഹോപദ്രവങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ സാഹചര്യത്തിലാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കിയത്. ന്യൂസ് 18 കൊച്ചി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ശ്രീലങ്കയിൽ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ ഇടതുപക്ഷ സഖ്യമായ NPPക്ക് വൻ മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 225 സീറ്റുകളിൽ 123 സീറ്റിൽ NPP വിജയമുറപ്പിച്ചിരിക്കുകയാണ്. പ്രേമദാസയുടെ സമാഗി ജന ബലവേഗയ സഖ്യം 31 സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്താണ്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, വലിയ മുന്നേറ്റമാണല്ലോ NPPക്ക് ഉണ്ടായിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള കക്ഷിക്ക് 18% വോട്ടുകൾ മാത്രമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. വീണ്ടും ചുവക്കുന്നു ശ്രീലങ്ക അടുത്തടുത്തുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ. ഇതല്ലേ ശ്രീലങ്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും ശ്രീലങ്ക വീണ്ടും ചുവക്കുന്നു എന്ന സ്ഥിതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കൻ പാർലമെന്റ് പിരിച്ചുവിട്ട് ദിസനായകയാണ് ഒരു തെരഞ്ഞെടുപ്പിന് അംഗം കുറിച്ചത്. നേരത്തെ ദിസനായകയ്ക്ക് 3 സീറ്റുകൾ മാത്രമാണ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നതിന് ശേഷം 225 സീറ്റിൽ 123 സീറ്റിലും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. 1/3 ഭൂരിപക്ഷം വേണം സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾക്കായുള്ളത്. അങ്ങനെ വരുമ്പോൾ 225-ൽ 113 ലഭിച്ചാൽ തന്നെ അത് ഭൂരിപക്ഷമാകും. ഏതായാലും ഭൂരിപക്ഷത്തെയും മറികടക്കുന്ന ഒരു തീരുമാനം, ഒരു വോട്ടെണ്ണലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിലുള്ള സഭയിൽ പ്രസിഡന്റിന് 1/3 ഭൂരിപക്ഷം വേണമെന്നാണ് പറയുന്നത്. ദിസനായകയുടെ വാഗ്ദാനം ചെയ്ത സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പാക്കണമെങ്കിലും ഈ 1/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ ആ ഒരു 1/3 ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ്. റെനിൽ വിക്രമസിംഗെ നേരത്തെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പാക്കിയിരുന്നു. ആ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തും എന്നാണ് ദിസനായകയെ പറഞ്ഞിരുന്നത്. ആ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള ഭൂരിപക്ഷവും ഇപ്പോൾ ദിസനായകയെ നേടിയിരിക്കുകയാണ്. മഞ്ജുഷ്, ശ്രീലങ്കയിൽ ദിസനായകയുടെ പാർട്ടിയായ NPPക്ക് വൻ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വാർത്തകളിലേക്കാണ്. ജാർഖണ്ഡിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റവും ആദിവാസി ഭൂമി കയ്യേറ്റവും ആവർത്തിച്ചുന്നയിക്കുകയാണ് BJP. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ JMMനുള്ള ശക്തി ചോർത്തുകയാണ് BJPയുടെ ലക്ഷ്യം. അതിർത്തി സംരക്ഷണത്തിലെ കേന്ദ്ര സർക്കാർ വീഴ്ച സംസ്ഥാന സർക്കാരിനുമേൽ കെട്ടിവെക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന മറുപടിയാണ് ഇക്കാര്യത്തിൽ JMM നൽകുന്നത്. ജാർഖണ്ഡിൽ പ്രചാരണത്തിന് എത്തുന്ന BJP ദേശീയ നേതാക്കളെല്ലാം ആവർത്തിച്ചുന്നയിക്കുന്നത് ഒറ്റ വിഷയമാണ്: സംസ്ഥാനത്തേക്കുള്ള ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം. JMM സർക്കാർ നുഴഞ്ഞുകയറ്റക്കാരെ സ്വീകരിക്കുകയാണെന്നും ആരോപണം ഉയർത്തുന്നു. അടിസ്ഥാന തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്നവർ എന്ന നിലയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ BJPയെ തുണയ്ക്കുന്ന ഘടകമാണ്. നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുമെന്നും ആദിവാസി ഭൂമിയിലെ കയ്യേറ്റം അവസാനിപ്പിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. एक एक को चुन चुनकर झारखंड से वापिस भेजने का काम भारतीय जनता पार्टी करेगी. हम एक ऐसा कानून लेकर आएंगे जो कानून भेद से आदिवासियों की जमीन हड़पे है, वो जमीन वापिस देनी पड़ेगी. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് ഗ്യാസ് കണക്ഷൻ നൽകുമെന്ന് രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. कांग्रेस के मीर साहब ने यहां पर जो कहा है वो राहुल गांधी जी की भाषा है कि बांग्लादेशी घुसपैठियों को भी ये गैस का सिलेंडर देने की बात करते हैं. इसका मतलब संरक्षण कांग्रेस ने और झारखंड मुक्ति मोर्चा ने घुसपैठियों को दिया है. जमीन और जंगल लूटने के अधिकार दिए हैं. जमीन और जनसंख्या का संतुलन बिगाड़ने का पूरा संरक्षण दिया है और झारखंड अब इसके लिए तैयार नहीं है. झारखंड कांग्रेस, RJD और JMM की जमीन उखाड़ने के लिए तैयार है और कमल का फूल खिला. നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് ജാർഖണ്ഡ് അപകടത്തിലായെന്നും ജനങ്ങൾക്ക് മാത്രമേ രക്ഷിക്കാനാവൂ എന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
गुलाम अहमद मीर, ये गुलाम अहमद मीर कह रहा है हम घुसपैठियों को 450 रुपया में गैस का सिलेंडर देंगे घुसपैठियों को। घुसपैठिए मतलब जो बांग्लादेश से अपने देश में आ रहे हैं, ये सरकार लाता है। जेएमएम कांग्रेस वाले इनके घुसाते हैं, इनके पक्के कागज बनाते हैं, इनका वोटर लिस्ट पर नाम लिखवाते हैं, इनका आधार कार्ड बनवाते हैं, इनका राशन कार्ड बनवाते हैं। लाखों घुसपैठिए हमारी धरती पर घुस आए हैं। ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അതിർത്തി സംരക്ഷണ ചുമതലയുള്ള കേന്ദ്ര സർക്കാരിനാണെന്ന മറുപടിയാണ് ജെഎംഎം നൽകുന്നത്. അതിർത്തി കാവലിലെ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും ജെഎംഎം കുറ്റപ്പെടുത്തുന്നു. നുഴഞ്ഞുകയറ്റ വിഷയം ആവർത്തിച്ച് ഉന്നയിക്കുന്നത് ഗോത്രവിഭാഗ വോട്ടുകളെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ വോട്ടെണ്ണൽ ദിവസമായ 23 വരെ കാത്തിരിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഈ വിഷയത്തിൽ മറുപടി നൽകുകയാണ് KC വേണുഗോപാൽ. കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ജനങ്ങളെ വിഭജിക്കാനാണ് BJP മുന്നണി ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. ബംഗ്ലാദേശി കുടിയേറ്റത്തെക്കുറിച്ചുള്ള BJPയുടെ ആവർത്തിച്ചുള്ള ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു KC. Congress party is believing love and affection, not hatred. Congress party's policy and ideology is very clear. We need to love each other. We are not being an instrumental to spread the violence and spread the hatred. Congress president always, even though he talked about his personal experience years ago, he is not bending upon that. He is totally for communal harmony and love and affection about the community. But BJP, Yogi Adityanath, only one agenda: to divide the people, to create hate against among the people, spread the violence, spread the hate. This is the only one agenda. They are not believing governance. They are not believing government policies for poor people. They are only believing to divide the people on communal lines and take the votes. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. വൈകിട്ടാണ് നട തുറക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് വൈകിട്ട് 4 മണിക്ക് ശബരിമല നട തുറക്കും. നിലവിലെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിക്കുക. കൂടുതൽ വിവരങ്ങളുമായി സജീവ് C വാര്യർ ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. സജീവ്, പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ടോ? മഞ്ജുഷ്, പമ്പയിൽ നിന്ന് ഇപ്പോൾ തീർത്ഥാടകർ മല കയറുകയാണ്. 1 മണിയോടുകൂടി തന്നെ തീർത്ഥാടകരെ ശബരിമലയിലേക്ക് കടത്തിവിട്ടു തുടങ്ങി. നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത പ്രകാരം തന്നെയാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. 4 മണിയോടുകൂടി നട തുറക്കും. നട തുറക്കുന്നത് ഇപ്പോഴത്തെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ്. അദ്ദേഹം നട തുറന്ന് താഴെ ആഴി തെളിയിച്ച ശേഷം നിയുക്ത മേൽശാന്തിമാരായ അരുൺ നമ്പൂതിരിയെയും വാസുദേവൻ നമ്പൂതിരിയെയും 18ാം പടിയിലേക്ക് കയറ്റും. അദ്ദേഹം ആനയിക്കും. അതിനുശേഷം കലശത്തിന് അഭിഷേകം ചെയ്ത ശേഷമാണ് അവർക്ക് അധികാരം, അതായത് ചുമതലകൾ കൈമാറുന്നത്. ചുമതലകൾ കൈമാറിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിലവിലുള്ള തന്ത്രി ശബരിമല ഇറങ്ങും. പുറപ്പെട്ട മേൽശാന്തിമാരായാണ് ഇവർ ഉള്ളത്. പുറപ്പെട്ട മേൽശാന്തിമാരായി 2 പേരും നിയുക്തരാകും. അതിനുശേഷം നാളെ രാവിലെ 3 മണിയോടുകൂടി തന്നെ ശബരിമല നട തുറക്കും. 18 മണിക്കൂറാണ് ദർശനം ഓരോ ദിവസവും ഉള്ളത്. നേരത്തെ തന്നെ ഇത്രയും സമയമുണ്ടായിരുന്നില്ല. പക്ഷേ തിരക്ക് കണക്കെടുത്ത് 80,000 പേരെ ഒരു ദിവസം മല കയറ്റണം. അതുപോലെ 18ാം പടി ചവിട്ടുന്നതിന് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് ദർശനം സാധ്യമാക്കാം. കഴിഞ്ഞ തവണത്തെ കുറെ പരാതികളും പരിഭവങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അത് മനുഷ്യാവകാശ കമ്മീഷൻ വരെ പരാതികൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസിനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കണക്കിലെടുത്ത് ഇക്കുറി ഉദ്യോഗസ്ഥർ വലിയ തോതിലുള്ള സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയത്. അവലോകന യോഗങ്ങൾ ചേർന്നു. ഓരോ പോയിന്റിലും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാം വ്യക്തമായ ധാരണയുണ്ട്. ഇന്ന് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പുരോഗമിക്കുന്നത്. VN വാസവൻ ഇപ്പോൾ തന്നെ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം ശ്രീജിത്ത്, ADGP ശ്രീജിത്ത് തുടങ്ങിയിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. 4 മണിയോടുകൂടി ദർശനം തുടങ്ങും. ഇന്ന് 7 മണിക്കൂർ നേരമാണ് ദർശനമുണ്ടാകുക. 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. അതോടുകൂടി മേൽശാന്തിമാർ മലയിറങ്ങും. ഇപ്പോഴുള്ള മേൽശാന്തിമാർ മലയിറങ്ങും. നാളെ രാവിലെ പുതിയ മേൽശാന്തിമാരാണ് നട തുറക്കുക.
തന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. ശരി, സജീവ് സി വാര്യരാണ് സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് നൽകിയത്. പമ്പയിൽ നിന്ന് കടത്തിവിട്ട ആദ്യ സംഘം അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് മല ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്കാണ് നട തുറക്കുക. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും പരമാവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് അവരുടെ ഭാഷകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സുഗമമായ ദർശനത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും VN വാസവൻ പറഞ്ഞു. മണ്ഡല മകരവിളക്കുത്സവത്തിന് ഉള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് സർക്കാർ ഇത്തവണ എല്ലാ സംവിധാനങ്ങളും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരെത്തുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മന്ത്രി VN വാസവൻ നമ്മോടൊപ്പമുണ്ട്. മിനിസ്റ്റർ, നമ്മൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എന്നാണ് കരുതുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? ഞങ്ങളിപ്പോൾ രാവിലെ എരുമേലി മുതൽ പരിശോധിച്ചു വരികയാണ്. മണ്ഡല മഹോത്സവത്തിൻ്റെ തയ്യാറെടുപ്പുകൾ വിപുലവും വിശാലവുമായ രൂപത്തിൽ പ്ലാൻ ചെയ്തിരുന്നു. അത് നല്ല നിലയിൽ ഫലം കണ്ടു എന്നുള്ളതാണ്. എരുമേലിയിലൊരു 6 ഏക്കർ സ്ഥലം ഭവന നിർമ്മാണ ബോർഡിൻ്റെ പാർക്കിങ്ങിന് മുമ്പില്ലാത്തത് നമുക്ക് സൗകര്യപ്പെടുത്തി കിട്ടി. അവിടെ ഉണ്ടായിരുന്നൊരു അമ്യൂണിറ്റി സെൻറ്റർ DTPCയുടെ സൗകര്യപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അവിടെ കൂടുതൽ പാർക്കിംഗ് സൗകര്യവും അതോടൊപ്പം തന്നെ അവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെ മറ്റു രൂപത്തിൽ ചൂഷണം ചെയ്യാതിരിക്കാനുള്ള എല്ലാ വില നിലവാരവും ഏകീകരിക്കുന്ന രൂപം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ എരുമേലിയിൽ ഫലപ്രദമായി ഇന്ന് കണ്ടു. രണ്ടാമത് നിലയ്ക്കൽ വരുമ്പോൾ അവിടെ പുതിയതായി 17,000 സ്ക്വയർ ഫീറ്റ് പന്തൽ ഏതാണ്ട് 2,500 ആളുകൾക്ക് വിരിവെക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പുതിയതായി ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ 2000-ൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള വിപുലമായ പാർക്കിംഗ് സൗകര്യവും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അധികരിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10,000-ൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. ഇപ്പുറത്ത് പമ്പയിൽ വരുമ്പോൾ പമ്പയിൽ നമ്മൾ പഴയ രാമമൂർത്തി ഓഡിറ്റോറിയം ഉണ്ടായിരുന്ന ഒലിച്ചു പോയിരുന്ന പകരം ഒരു ജർമ്മൻ പന്തലുണ്ടാക്കി. അവിടെ ഏതാണ്ട് 20,000 സ്ക്വയർ ഫീറ്റ് പണി പൂർത്തീകരിച്ചു. അപ്പോൾ അതും നിറഞ്ഞ ആളായി. ഞങ്ങൾ പരിശോധിച്ചു 3,000-ഓളം ആളുകൾക്ക് അവരെ വിനിയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടായി. ഇതിനു പുറമെ അവിടെ ഉണ്ടായിരുന്ന പമ്പയിലെ ഗസ്റ്റ് ഹൗസ് അത് വളരെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് ഗവൺമെൻറ് 1,10,00,000 രൂപ മുടക്കി നവീകരിച്ച് ആധുനിക സംവിധാനങ്ങളോടുകൂടി എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉറപ്പാക്കി അത് കയറി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. ദർശനത്തിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമമാണ്. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ വൈകിട്ടാണ് ദേവരഥങ്ങൾ സംഗമിക്കുക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായതിനാൽ സ്ഥാനാർത്ഥികളുടെ സംഗമത്തിനു കൂടി കൽപ്പാത്തി വേദിയാകും. BV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൽപ്പാത്തിക്കാർ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന ദേവരഥ സംഗമം ഇന്നാണ്. എല്ലാ കൽപ്പാത്തിക്കാർക്കും ഏറ്റവും വിശേഷപ്പെട്ട ദിവസം, അതായത് ഒരു ഓണം പോലെയൊക്കെ അവർ ആഘോഷിക്കുന്ന ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്ന ഉത്സവം കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം വൈകിട്ട് നടക്കും. കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുൻവശമുള്ള തേരുമുട്ടിയിലേക്ക് ഇന്ന് വൈകിട്ട് ഈ രഥങ്ങളുടെ സംഗമം ഉണ്ടാകും. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ കൽപ്പാത്തിയുടെ വീതികളിൽ കൽപ്പാത്തി ഗ്രാമത്തിലൂടെ തേരുകളുടെ പ്രദക്ഷിണമായിരുന്നു. ആ പ്രദക്ഷിണ വഴികളിലൂടെ നീങ്ങുന്ന തേരുകൾ ഇന്ന് വൈകിട്ടാണ് സംഗമിക്കുക. അതാണ് ദേവരഥ സംഗമമായി കൽപ്പാത്തിക്കാർ കണക്കാക്കുന്നത്. പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രം, വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം, പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ രഥങ്ങളുടെ സംഗമമാണ് ഏറെ പ്രശസ്തമായ, ഒരുപക്ഷെ ലോക പ്രശസ്തമെന്ന് തന്നെ നമുക്ക് പറയാവുന്ന കൽപ്പാത്തി രഥോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചാത്തപുരം ഗ്രാമവഴി പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്ര സമീപത്തെയാണ് ഈ തേരുകൾ ഇവിടെ നിലയുറപ്പിച്ചത്. ഇന്ന് വൈകിട്ട് ഈ തേരുകൾ ഇവിടെ നിന്ന് വീണ്ടും പ്രയാണം തുടങ്ങും. തേരുകൾ ഇവിടെ നിന്ന് വലിച്ചുകൊണ്ടുപോകും ഭക്തർ. ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് പ്രയാണം തുടങ്ങുന്ന തേരുകളാണ് പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ, ചാത്തപുരം ക്ഷേത്രങ്ങളിലെ തേരുകളുടെ രഥാരോഹണം ഇന്ന് രാവിലെ. ഈ തേരുകളെല്ലാം വൈകുന്നേരത്തോടുകൂടി സംഗമിക്കും. ദേവന്മാരെ തേരിൽ എഴുന്നള്ളിക്കുന്നതും ആ തേര് ഭരിക്കുന്നതുമൊക്കെ ഈ നാട്ടുകാരാണ്, ഇവിടുത്തെ ഭക്തന്മാരാണ്. അവരുടെ ഏറ്റവും വലിയൊരു അവകാശമായി, ഏറ്റവും വലിയൊരു അവരുടെ ഭാഗ്യമായി കൽപ്പാത്തിക്കാർ കാണുന്നതും അതുതന്നെയാണ്. ഈ തേരിലേറി ദേവന്മാർ കൽപ്പാത്തി ഗ്രാമത്തിലെ എല്ലാ വീടുകൾക്കും മുന്നിലേക്കും എത്തും. എല്ലാ വീടുകൾക്കും മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ ഭക്തർ ഭക്തിയാദരങ്ങളോടെ ഈ തേരുകളെ സ്വീകരിക്കും. കൊല്ലമായിട്ട് നല്ല വേൾഡ് ഫേമസ് ആണ് நம்ம പാലക്കാട് കാർ ഫെസ്റ്റിവൽ வந்து வேறு ஃபெஸ்டிவல். நாங்கள் குட்டிக்காலங்களை வந்து ഇവിടെ കാണും. 12ஆம் தேதி 5ஆம் நாள் இந்த சங்கமம் உண்டாகும். 5 தேரும் 4 கிராமத்துக்கு வந்து ஒருமிச்சு காணலாம். நான் துபாயில இருந்து தான் வந்திருக்கேன். எப்பவும் வருஷம் தேருக்கு வரும்.
இந்த தேரி எனக்கு ரொம்ப பிடிக்கும். നാളെ ആണ് കൊടിയിറക്കം. ആ കൊടിയിറക്കത്തോടുകൂടി കൽപ്പാത്തി രഥോത്സവത്തിന് സമാപനമാകും. പിന്നീട് ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്. അടുത്ത രഥോത്സവത്തിനായി കൽപ്പാത്തി രഥോത്സവത്തിനായി ഒരു വർഷം മുഴുവൻ കൽപ്പാത്തിക്കാർ കാത്തിരിക്കും. തെരഞ്ഞെടുപ്പിന് നടക്കേണ്ടിയിരുന്ന രഥോത്സവമായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഇടപെട്ടുകൊണ്ട് മാറ്റിവെച്ചു. അത് കൽപ്പാത്തിക്കാർക്ക് കൂടുതൽ സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തും. പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം കൂടി ഈ രഥോത്സവം അത്തരമൊരു വേദിയായി കൂടി മാറുകയാണ്. അതായത് കൽപ്പാത്തിക്കാർക്ക് രണ്ടുത്സവം, ഒന്ന് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൽപ്പാത്തി രഥോത്സവം, മറ്റൊന്ന് ജനകീയ ഉത്സവമായ വോട്ടുത്സവമായ തെരഞ്ഞെടുപ്പും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം വി അരുൺ, ന്യൂസ് 18. കണ്ണൂരിൽ നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് 2 പേർ മരിച്ചു. കേളകം മലയാമ്പടിയിലാണ് അപകടം നടന്നത്. കായംകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി സ്വദേശി ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി നാടകം കഴിഞ്ഞ് കായംകുളത്ത് നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. 14 പേരാണ് നാടക സംഘത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 9 പേർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാഹനാപകടത്തിൽ മരിച്ച നടിമാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നും ചികിത്സാ ചെലവ് വഹിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം വടക്കൻ പറവൂരിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളായ കുറുവ സംഘം എത്തിയതായി സംശയം. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വടക്കേക്കര തൂയിത്തുറ പാലത്തിന് സമീപം 6 വീടുകളിൽ മോഷണ ശ്രമം നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വീടുകളിൽ നിന്ന് സാധനങ്ങളൊന്നും മോഷണം പോയിട്ടില്ല. വീടുകളുടെ പിൻവാതിൽ തുറക്കാനാണ് ശ്രമം നടന്നത്. വടക്കേക്കര പോലീസ് അന്വേഷണം തുടങ്ങി. കുറുവ സംഘമാണ് മോഷണ ശ്രമത്തിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ സംശയം. എന്നാൽ പോലീസ് ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നേരത്തെ ആലപ്പുഴയിൽ കുറുവ സംഘം എത്തി മോഷണം നടത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അത് പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇടുക്കി കുമളിയിൽ ഇസ്രായേലി സഞ്ചാരികളോട് കടയുടമ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ വിവാദം കടുക്കുകയാണ്. കശ്മീരി സ്വദേശികളോട് ബിസിനസ് പങ്കാളിത്തം ഒഴിയാൻ നിർദ്ദേശം നൽകിയതായി സൂചനയുണ്ട്. കട താൽക്കാലികമായി അടച്ചിട്ടു. ഇടുക്കി കുമളിയിൽ കശ്മീരി സ്വദേശികൾ നടത്തിയിരുന്ന കടയിൽ നിന്നും ഇസ്രായേലി സ്വദേശികൾക്ക് ദുരനുഭവമുണ്ടായ സംഭവത്തിൽ വിവാദം കടുക്കുകയാണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിലുള്ള കട താൽക്കാലികമായി അടച്ചിട്ടു. 2 കശ്മീരി സ്വദേശികളുടെയും ഒരു കുമളി സ്വദേശിയുടെയും പങ്കാളിത്തത്തോടെയാണ് കട പ്രവർത്തിച്ചിരുന്നത്. കശ്മീരി സ്വദേശികളോട് ബിസിനസ് പങ്കാളിത്തം ഒഴിയാൻ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. മുൻപും ഇവരുടെ ഭാഗത്തു നിന്ന് സമാനമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. ഇവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ തുടർന്ന് ഒഴിവാക്കാൻ ഇടപെടൽ വേണമെന്നുമാണ് ആവശ്യം. ബുധനാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ സംഭവമുണ്ടായത്. കടയിലെത്തിയ ഇസ്രായേൽ സ്വദേശിനിയായ ഡോവർ വാൾഫർ വസ്ത്രങ്ങൾ നോക്കുന്നതിനിടെ ഫോണിൽ ഹീബ്രു ഭാഷയിൽ സംസാരിച്ചു. ഇതോടെ ഉടമയായ ഹയാസ് അഹമ്മദ് റാത്തർ ഇവരോട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുകയും ഇസ്രായേൽ സ്വദേശിയാണെന്ന് അറിഞ്ഞതോടെ സാധനങ്ങൾ തരില്ലെന്നും കടയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് ലൈറ്റുകൾ ഓഫ് ചെയ്യുകയായിരുന്നു. പുറത്തിറങ്ങിയ ഡോവർ ഡ്രൈവറോടും ഭർത്താവിനോടും വിവരം പറഞ്ഞു. ഉടൻ തന്നെ ഡ്രൈവർ കടയുടമകളോട് സംഭവം ചോദിച്ചു. തുടർന്ന് ഉടമ ഹയാസ് മാപ്പ് പറയുകയായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. കോട്ടയ്ക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. 9 പ്രതികളെ വെറുതെ വിട്ടു. കോട്ടയ്ക്കൽ കുറ്റിപ്പുറം ജുമാ മസ്ജിദിൽ നടന്ന ഇരട്ട കൊലപാതക കേസിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 2008 ഓഗസ്റ്റ് 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ട അബ്ദു, അബൂബക്കർ എന്നിവരെയും മറ്റ് 6 പേരെയും ആക്രമിച്ചു എന്നായിരുന്നു കേസ്. സാക്ഷിമൊഴികൾ വിശ്വസനീയം അല്ലെന്നും കുറ്റാരോപണങ്ങൾ സംശയത്തിനതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ അപൂർവ നേട്ടവുമായി ഹരിയാനയുടെ അൻഷുൽ കാംബോജ്. കേരളത്തിന്റെ 10 വിക്കറ്റുകളും വീഴ്ത്തിയ കാംബോജ് നേട്ടം സ്വന്തമാക്കുന്ന 3ാമത്തെ ബൌളറായി. ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ 5ാം തവണയാണ് ഒരു ബൌളർ 10 വിക്കറ്റുകളും വീഴ്ത്തുന്നത്. 30 പോയിന്റ് 1 ഓവറിൽ 49 റൺസ് വഴങ്ങിയാണ് കാംബോജ്
10 വിക്കറ്റും വീഴ്ത്തിയത്. 42 റൺസ് എടുത്ത ഷോൺ റോജറാണ് കാംബോജിന്റെ 10ാമത്തെ ഇര. ഒന്നാം ഇന്നിംഗ്സിൽ കേരളം 291 റൺസിന് പുറത്തായി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന 4ാം തരം തുല്യതാ കോഴ്സിന്റെയും 7ാം തരം തുല്യതാ കോഴ്സിന്റെയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ 7ാം തരം തുല്യതാ പരീക്ഷ എഴുതിയ സിനിമാ താരം ഇന്ദ്രൻസ് ജയിച്ചു. 500-ൽ 297 മാർക്ക് നേടിയാണ് വിജയം. 4ാം തരം തുല്യതാ പരീക്ഷയിൽ ആകെ രജിസ്റ്റർ ചെയ്ത 970 പേരിൽ 476 പേരും ജയിച്ചു. 7ാം തരം തുല്യതാ പരീക്ഷയിൽ ആകെ രജിസ്റ്റർ ചെയ്ത 1604 പേരിൽ 1007 പേരും ജയിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6900, പവന് 55,200. 18 ക്യാരറ്റ് ഗ്രാമിന് 5720, പവന് 45,760. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. മുനമ്പ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. ഇന്ന് സുപ്രഭാതം പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ മുനമ്പത്തെ ഭൂമി വഖഫിന്റേത് തന്നെ